ആകപ്പാടഞ്ചോ 10 സെൻ്റാണെൻ്റെ പുരയിടം, അതുപോലും പണയത്തിലാക്കി എൻ്റെ കെട്ടിയോളെ കാതും കഴുത്തൊക്കെ പറിച്ചതും വിട്ട് കടലൊന്ന് കടക്കുവാൻ നോക്കി. എന്നോസിക്കായി തെക്കും വടക്കും ഞാൻ കറങ്ങി, എന്നൊന്നും വീട്ടിൽ വന്ന് തളർന്ന് വീണുറങ്ങി. എന്തൊക്കെ കിനാവുകൾ ഉള്ളിൽ എന്നും ചമഞ്ഞ്, എന്തിന് പറയണം ഒടുക്കം ഞാൻ കുടുങ്ങി. കേൾക്കണ്ടേ? ബാക്കി ഞാൻ നാളെ കേൾപ്പിച്ചു തരാം, എങ്ങനെയല്ല കുടുങ്ങിയെന്നുള്ളത്. വൽ ജന്നാത്തു ഹക്കും വന്നാർ ഹക്കും വൽ ഹിസാബു ഹക്കും വസിറാത്തു ഹക്കും വമീസാനു ഹക്കും എന്ന് പറയുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? വൽ ജന്നാത്തു ഹക്കും വന്നാറു ഹക്കും വൽ ഹിസാബു ഹക്കും വസിറാത്തു ഹക്കും വമീസാനു ഹക്കും. വൽ ജന്നാത്തു ഹക്കും എന്ന് പറഞ്ഞാൽ സ്വർഗം സത്യമാണ്. വന്നാർ ഹക്കും, നരകവും സത്യമാണ്. വൽ ഹിസാബ് ഹക്കും, ഹിസാബും സത്യമാണ്. സിറാത്തും സത്യമാണ്, മീസാനും സത്യമാണ്. അല്ലാഹു അക്ബർ. പടച്ചോൻ നമ്മളെല്ലാം കാക്കട്ടെ. നല്ല പാട്ടല്ലേ പണ്ടത്തെ പാട്ടുകൾ. പണ്ടത്തെ ഗൾഫിൽ പോകുന്ന കഷ്ടപ്പാട് പറഞ്ഞത് ആ പാട്ടിൽ ബാക്കിയുണ്ട്. ഞാൻ ബാക്കി നാളെ പാടും. എല്ലാം ഒരു ദിവസം പാടി തീർത്താൽ ശരിയാവില്ല. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബോംബെയിലെല്ലാം പോയിട്ട് 4, 5, 1 കൊല്ലം 2 കൊല്ലമെല്ലാം ഇങ്ങനെ പണിയെടുത്തിട്ടൊക്കെ വിസക്ക് പൈസയും കൊടുത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെയും വിസക്ക് ഗൾഫിൽ പോകണമെന്നുള്ള ആഗ്രഹം മനുഷ്യൻ്റേത് മാറുന്നില്ലല്ലോ. പിന്നെ ആടെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വിസയിലാക്കിയിട്ട് ഗൾഫിലെത്തുക. ഇന്നത്തെ മക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നേരെ ഡയറക്റ്റ് കണ്ണൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അങ്ങ് ഗൾഫിലെത്തി. എന്നിട്ടോ കഷ്ടം തീരുന്നുണ്ടാ? എത്രയോ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് അവിടെ എത്തി. അവിടെ നായി നയിക്കുന്ന പോലെ 1-2 കൊല്ലം നയിച്ച്, എന്നിട്ട് നാട്ടിൽ വരുമ്പോൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് കുറച്ച് അത്രയെല്ലാം അടിച്ചിട്ട് പോകുന്ന സമയത്ത് വേറെയും പ്രശ്നം നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയാവുക? കുറേ ആൾക്കാരുണ്ടാവും പീടിയൻ്റെ മുമ്പിലെല്ലാം ഇങ്ങനെ ഇരുന്ന് ബീഡി തിരക്കുന്നു. ഈ ബീഡി തിരക്കുന്ന സമയത്ത് രാവിലെ തന്നെ ഒരു പത്രം വരും. അങ്ങനെ അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഒച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. ഈ ബീഡി പണിയെടുക്കുന്ന ആൾക്കാർക്ക് മുഴുവനും ഓരോ ദിവസം ഓരോരാളായിരിക്കും. ആ സമയത്ത് ഇവർക്ക് ആരെങ്കിലും ഒരാൾ അത്രയെല്ലാം പൂശി നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോകുന്ന സമയത്ത് തുടങ്ങും അവർ. എന്താ പറയാന്നറിയാം? അത് അറബിനെ പറ്റിച്ചിട്ട് വന്നതാ അപ്പം. കാരണം ഇവനത് പറയണോ? കാരണം ഇവൻ ആഴ്ചയിൽ ആകെ കാണുക 500 റുപ്യ, ഒരു മാസത്തിൽ 2000 റുപ്യ ഇവൻ കാണുക. മറ്റോ നായി നയിക്കുന്ന പോലെ ആട്ടും തുപ്പും കേട്ടും കണ്ടും കഷ്ടപ്പെട്ടും 10-20 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടെല്ലാം നയിച്ചിട്ട് 1-2 കൊല്ലം ഉമ്മയുമില്ല ഉപ്പിയുമില്ല ഭാര്യയില്ല മക്കളില്ല എന്നെല്ലാം കഷ്ടപ്പെട്ടിട്ടെല്ലാം വന്നതാണേ. അപ്പോൾ അസൂയപ്പാട് കൊണ്ട് ഓൻ പറയുന്നൊരു വാക്കായത്. അത് കട്ടിട്ട് വന്നതാണ്. കക്കാനവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്തോ ആളല്ലാതെല്ലാം ആൾക്കാരെല്ലാം മാറി. ഇന്ന് അവരെല്ലാം എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാരായി, തേപ്പുകാരായി, പെയിൻ്റ് അടിക്കുന്നവരായി, ഇങ്ങനെയെല്ലാം മാറി വന്നു. പക്ഷേ ഏത് തേപ്പിനുകാരൻ്റെ വീട്ടിലായാലും, ഏത് നാടൻ പണിയെടുക്കുന്നവൻ്റെ വീട്ടിലാണെങ്കിലും, ഏത് ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ്റെ വീടാണെങ്കിലും നടക്കുന്നത് ഈ ഗൾഫുകാരുള്ളത് കൊണ്ടാണ്. ഈ ഗൾഫുകാരുമ്മയും പെങ്ങളും എല്ലാം ഇങ്ങനെ കയറുന്നത് കൊണ്ടാണ്. നാട്ടിൽ പണിയെടുക്കുന്നവൻ ഏടിയ ഹോട്ടലിൽ പോകാം, ഓനൊന്നിക്ക് നടന്നിട്ട് പോകും, അല്ല ബസ്സിൽ പോകും. എല്ലാവരും ജീവിക്കുന്നത് നാട് വിട്ട് നായി നയിക്കുന്ന പോലെ നയിച്ചവൻ്റെ പണത്തിലാണ് കേരളം മൊത്തം ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങ് വലിയ മന്ത്രിസ്ഥാനത്തുള്ളവൻ പോലും ഓനെങ്ങനെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയേ? ഈ പാവപ്പെട്ട വേർപ്പിൻ്റെ തുള്ളിൻ്റെ മണാണത്. ഈ പാവപ്പെട്ടവർ കഷ്ടപ്പെട്ടിട്ട്, എന്നിട്ട് അവർക്ക് പ്ലെയിൻ്റെ ടിക്കറ്റിന് വലിയ പൈസ, വല്ലാത്തൊരു സംഭവം തന്നെ. അങ്ങനത്തെ എല്ലാം കഥകൾ. വൽ ജന്നാത്തു ഹക്കും വന്നാറു ഹക്കും വൽ ഹിസാബ് ഹക്കും വസിറാത്തു ഹക്കും വമീസാനു ഹക്കും. സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്, ഹിസാബും സത്യമാണ്, സിറാത്തുൽ പാലവും സത്യമാണ്, മീസാനും സത്യമാണ്. യോമൽ ഹിസാബിൽ പഠിച്ചോൻ കാക്കട്ടെ നമ്മളെല്ലാം. പഠിച്ചോൻ കാക്കട്ടെ. വേറെന്തേ? നല്ല പാട്ടല്ലേ? ആ പാട്ടിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഗൾഫ് യാത്രനെ പറ്റിയുള്ള മൊത്തം കഥയുണ്ട്. ബാക്കി പാടാൻ എന്നെ കൊണ്ട് ശ്വാസം കിട്ടുന്നില്ല. പാട്ടെല്ലാം നല്ല പാട്ടാണ്, പക്ഷെ വയസ്സായി പോയില്ലേ, പാടാൻ കഴിയുന്നില്ല. ബാക്കി ഞാൻ നാളെ പഠിക്കുള്ളൂ. മാമിൻ റാത്തിബിൻ യഹ്ലുഫി
മസീരിഹി ഫി ബില്ലാഹി ബിദിക്രി മാമിൻ റാത്തിബിൻ യഹ്ലുഫി മസീരിഹി ഫി ബില്ലാഹി ബിദിക്രി. അതായത് യാത്ര ചെയ്യുന്നവന് അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഒരു മലക്കുണ്ടെന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പടച്ചോൻ കാക്കട്ടെ. സ്വയം മതിപ്പും ആത്മവിശ്വാസവും വളരെ നല്ല സ്വഭാവ ഗുണമാണെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്വയം മതിപ്പും ആത്മവിശ്വാസവും വളരെ നല്ല സ്വഭാവ ഗുണമാണ്. പക്ഷെ അത് അധികമായി കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഒരുതരം പുച്ഛ പിന്നെ അങ്ങോട്ട്. ഇരുന്നോൻ പരക്കും പരന്നോൻ ഇരക്കും എന്ന് പറയും. ഇരുന്നോന് പരക്കും പരന്നോൻ ഇരക്കും. ഇരുന്നോനെങ്ങനെയാണ് പരക്കുക? അത് വലിയ രസമാണ്. ഒരു ചെറിയ കട, അങ്ങനെ അവൻ കച്ചവടം ചെയ്ത് ഒരു 500 എടുത്ത് ബാക്കി വെച്ചല്ലേ ഒരു കുറിക്ക് കൂടി, അല്ലെങ്കിൽ ഒരു പള്ളിൻ്റെ കുറിക്ക് കൂടി കഴിഞ്ഞാൽ അങ്ങനെ 2-3 ലക്ഷം ഉറുപ്പ്യ കാണുമ്പോൾ ഓന് 10 സെൻറ്റ് സ്ഥലം ആടുന്ന് വിൽക്കാനുണ്ട്. എടാ മമ്മതേ, ആടെ 10 സെൻറ്റ് സ്ഥലമുണ്ട്, എടാ 5 സെൻറ്റ് സ്ഥലമുണ്ട് എന്നല്ല. ഓന് ദുനിയാവിലുള്ള ആ നാട്ടിലുള്ള സംഗതികളൊക്കെ തികച്ചറിയും. ആർക്കാ കഷ്ടപ്പാട് വന്നിട്ട് 10 സെൻറ്റ് വിൽക്കുന്നതോ അതും ഓനറിയും. മനസ്സിലായില്ലേ? അങ്ങനെ അവൻ 10 സെൻറ്റ് സ്ഥലം എടുത്ത് അതിൽ ബിൽഡിങ് വെച്ച് അങ്ങനെ അവന് പൈസക്കാരനായി മാറും. ഈ ഇരുന്നോൻ പരക്കും പരന്നോൻ ഇരക്കുന്ന, ഈ പരന്ന് കച്ചവടം ചെയ്യുന്നവൻ എപ്പോൾ ഇരപ്പാവും. എനിക്ക് ഓൻ്റെ പൈസ പല സ്ഥലത്തും കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. ഇരക്കല ചെരുപ്പിൻ്റെ ബാറും പൊട്ടു, ചെരുപ്പും തയഞ്ഞു പോവും എന്ന് പറഞ്ഞ പോലത്തെയാണ്. അങ്ങനത്തെ എല്ലാം കഥകൾ. വേറെന്തുണ്ട്? ഇങ്ങനത്തെ എല്ലാ കഥകളാണ്. ഇന്നൊരു ചെറിയ പാട്ട് പാടാം ഞാൻ. ഉച്ച സമയം ആരുമില്ല, എനിക്കൊരു ടൈം പാസ്. ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടാ. കഅബ ദേവാലയത്തിൽ കണ്ണഞ്ചും മീനാരങ്ങൾ, കഅബ ദേവാലയത്തിൽ കണ്ണഞ്ചും മീനാരങ്ങൾ, കൗതുകം ചുറ്റിക്കാണും പ്രാവുകളെ, മാടപ്രാവുകളെ, അജറീസ് മയില് കണ്ടോ, അജറുല്ലാസ് കണ്ടോ, അജറീസ് മയില് കണ്ടോ, അജറുല്ലാസ് കണ്ടോ, അറഫയും മീനാറിലെ കല്ലേറും കണ്ടോ, ജേരാവല്ലിയെ കണ്ടോ, ജെയ്ത്തൂൻ മലയും കണ്ടോ, കഅബ ദേവാലയത്തിൽ കണ്ണഞ്ചും മീനാരങ്ങൾ, കഅബ ദേവാലയത്തിൽ കണ്ണഞ്ചും മീനാരങ്ങൾ, കൗതുകം ചുറ്റിക്കാണും പ്രാവുകളെ, മാടപ്രാവുകളെ. റസൂലുള്ളാൻ്റെ ഭാര്യ ഖദീജ ബീബിനെ പറ്റി ഞാനൊന്ന് പറയട്ടെ. റസൂലുള്ളാക്ക് നിബുവത്ത് കിട്ടിയ സമയത്ത്, നിബുവത്ത് കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ള ഗുഹയിൽ പാർത്തുകൊണ്ടിരുന്നല്ലോ കുറച്ച് മാസങ്ങളോളം. പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബിരിയിൽ വന്നിട്ട് ഇങ്ങനെ സംഭവം നടന്നല്ലോ അവിടെ. അന്നേരം അവിടെ നിന്ന് ഓടി വന്നിട്ട് ഖദീജ ബീബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. നബി റസൂലുള്ള ഖദീജ ബീബിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദുമ്മിനിയ ഖദീജ, ദുമ്മിനി. അതായത് എന്നെ കെട്ടിപ്പിടിക്കെന്നാന്ന് റസൂലുള്ള ഖദീജ ബീബിനോട് പറഞ്ഞൊരു വാക്കാത്. റസൂലുള്ള ഖദീജ ബീബി വഫാത്താകുന്നതിന് മുമ്പ്, കഴിഞ്ഞതിന് ശേഷമാണ് റസൂലുള്ള മെഹറാജിൽ പോകുന്നതും നിസ്കാരം നോമ്പെല്ലാം ആയിട്ട് വരുന്നത്. അതിനു മുമ്പ് ഖദീജ ബീബി ഈ ദുനിയാവിനോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ഖദീജ ബീബി ദുനിയാവിനോട് വിട പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ്, മെഹറാജിൽ നബി പോയിട്ട് വരുന്നതിലും മുമ്പാണല്ലോ ഖദീജ ബീബി, നമ്മളെ ഉമ്മ ഖദീജ ബീബി ദുനിയാവിനോട് വിട പറഞ്ഞു പോയത്. ഈ ഖദീജ ബീബി ഒരു 2 റക്അത്ത് സുന്നത്ത് പോലും ഈ ഭൂമിയിൽ നിസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പും നോറ്റിട്ടില്ല, ഒരു ഫർദ് നോമ്പും നോറ്റിട്ടില്ല, ഒരു സുന്നത്ത് നോമ്പും നോറ്റിട്ടില്ല, ഒന്നുമില്ല. ആ ഖദീജ ബീബിക്കാണ് നാളെ സ്വർഗത്തിൽ അള്ളാൻ്റെ ഡയറക്റ്റ് സലാം ജിബ്രീൽ മാർഗം എത്തിയിട്ടുണ്ട് കേട്ടോ ഖദീജ ബീബിക്ക്. പാണ്ഡിത്യം ഉണ്ടായിട്ട് പറഞ്ഞൊന്നല്ലല്ലോ ഞാനിങ്ങനെ കുറച്ച് കേട്ടറിവിൽ പറയുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കുന്നതെന്നുള്ള. അപ്പോൾ
അതായത് രത്നമണിൻ്റെ ഒരു കൊട്ടാരം അവിടെ പണിത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആർക്ക്? ഖദീജ ബീവിക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആദ്യം ഈ ഭൂമിയിൽ മുസ്ലിം മതം സ്വീകരിച്ച ഒരു വനിത ഉണ്ടെങ്കിൽ അത് ഖദീജ ബീബിയാണ്. ഖദീജ ബീബിയാണ്. ഹയർ ബോറടിച്ച. അസ്സലാമു അലൈക്കും.